ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഫേസ് നല്ല ഗ്ലോ ആയിട്ടും നല്ല ക്ലിയർ ആയിട്ടും നല്ല ഒരു 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 പിമ്പിൾസ് പോലും വരാതെ നോക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും, ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും. പക്ഷെ നമുക്കൊരു ഏജ് ടൈം നമുക്ക് എന്തായാലും പിമ്പിൾസ് ഒക്കെ വരും. അത് ഹോർമോൺ ചേഞ്ച് സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഇതേപോലെ നല്ല രീതിയിൽ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കൊണ്ടുനടക്കാൻ താല്പര്യപ്പെടുന്നതായിരിക്കും മിക്ക ആളുകളാണ്. ഞാനും നിങ്ങളടക്കം അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ നമുക്ക് ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നമ്മൾക്ക് ഇത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യം അങ്ങനെ ബോധം ചെയ്യുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ ഗ്രാജുവലി ചിലപ്പോൾ അതിന്റെ ഡെപ്ത് കൂടി വരുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം ആ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അത് എങ്ങനെ ചെയ്യാം, അതിന് എന്തൊക്കെ റെമഡീസ് കാര്യങ്ങളല്ല എന്ന് പറയുന്നത്, നിങ്ങളത് ഏത് ടൈപ്പിലാണ് ഇതുള്ളത് എന്നുള്ളത് മനസ്സിലാക്കേണ്ട വീഡിയോ ആണ്. അപ്പൊ ഞാൻ എന്താണ് ഇത് കാര്യം എന്താ പറയാതെ ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് ആണ്. അതായത് നമ്മളെ കണ്ണിന്റെ താഴെ വരുന്ന ഡിസ്കളറേഷൻ. അപ്പൊ നിങ്ങൾക്ക് ചിലർക്ക് പല കളറിൽ വരും. അതായത് ചിലപ്പോൾ ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു പേർപ്പിൾ കളർ, ചിലത് ഭയങ്കര ഒരു ഡാർക്ക് ബ്ലാക്ക് കളറിൽ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടാവും. നമ്മളിവിടെ കണ്ണിന്റെ നമ്മളെ സ്കിൻ കളറിന് മാറിയിട്ട് നമ്മൾ ഈ കണ്ണിന്റെ ഭാഗങ്ങളിൽ വരുന്ന ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ കൂടുതലും പറയാം സ്ട്രെസ് ആയിട്ട് ഉറങ്ങാൻ നിൽക്കുന്നതിനെ കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ചെറിയ ഹോർമോൺ ചേഞ്ച്, അല്ലെങ്കിൽ നമ്മൾ മരുന്ന് പിടിച്ച് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക, അല്ലെങ്കിൽ സൺ ടാൻ അടിച്ചിട്ടിരിക്കുന്നൊക്കെ. പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഈ രീതിയിൽ കാണുകയാണെങ്കിൽ ഇന്ന ടൈപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നിങ്ങളത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ പറ്റുന്ന വീഡിയോ ആയിരിക്കും കേട്ടത്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കുക, മിററിൽ പോയി നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലേക്ക് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവുക. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് ലാഗ് ചെയ്യേണ്ട വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലൂടെ ഞാൻ ഓരോന്ന് പറയുന്നുണ്ട്, നിങ്ങളത് ഏതാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നിങ്ങളെ കണ്ണിന്റെ ഇവിടെ തൊട്ടിട്ട് ഈ ഒരു ഏരിയ മുതൽ ഇങ്ങനെ റൗണ്ട്, അതായത് നമ്മൾ ഈ ഭാഗമല്ലേ ഇപ്പൊ ഈ നിഴൽ വരുന്ന ഭാഗം, ഇവിടുന്ന് ഈ മൊത്തത്തിൽ ഈ രീതിയിൽ ഭയങ്കര ബ്രൗൺ കളറിൽ വരുന്ന, ഭയങ്കര ബ്രൗണോ അല്ലെങ്കിൽ നല്ല ഡാർക്ക് ഒരു ബ്ലാക്ക് ഷെയ്ഡ്, ബ്രൗൺ അങ്ങ് മാറിയ ഒരു കളർ ഉണ്ടാവുമല്ലോ, ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ കൺമഷിയൊക്കെ പരന്നിട്ടുണ്ടെങ്കിൽ ഒരു കളർ ഉണ്ടാവുമല്ലോ ഇവിടെ നിറച്ചും, അങ്ങനത്തെ കളറാണെങ്കിൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ജനറ്റിക് ആയിട്ടുള്ളതായിരിക്കും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളത് മനസ്സിലാക്കിയേക്കുക. നിങ്ങളെ പാരന്റ്സിനോ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതേപോലെ ഭയങ്കരമായിട്ട് ഇവിടെ മുതൽ കേട്ടോ ഈ ഒരു എഡ്ജ് മുതൽ ഇങ്ങനെയുള്ള ഒരു ഇതാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ജനറ്റിക് ആയിട്ട് വരുന്ന കാര്യമായിരിക്കും. അപ്പൊ നിങ്ങൾ അതാണോ എന്നുള്ളത് നോക്കി വെക്കുക. അതുപോലെ നമുക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വെയിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ വരും. അത് കുറച്ചും കൂടി അതിന്റെ ഒരു ഡെപ്ത് കുറയും. ഭയങ്കര ഡാർക്ക് ആയിരിക്കില്ല, കുറച്ച് ലൈറ്റ് കളറിലേക്ക് വരും. ഈ ഒരു ഭാഗത്ത് സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സ്കിൻ ആയിരിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സൺ എക്സ്പോഷർ ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് മാറി വരും. അപ്പം അതാണോ എന്നുള്ളതും കൂടെ നിങ്ങൾ ഇതിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നെങ്കിൽ നിങ്ങളെ ഫാമിലി ജനറ്റിക് ആയിട്ട് വരുന്നതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ സൺ എക്സ്പോഷർ അടിച്ചിട്ട് വരുന്നതും ഉണ്ടാവും. ഈ രീതിയിലാണ് നല്ല ഡാർക്ക് കളറാണ് ഉണ്ടാവുക. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഏജ്ഡ് ആയ ആളുകളാണ്, അതായത് കുറച്ച് ഏജ്ഡ് ആയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെയൊക്കെ ഈ ഒരു ഭാഗത്തേക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇവിടെ നമ്മളെ സ്കിൻ ചെറുതായിട്ടൊന്ന് ചുളിഞ്ഞ പോലെയും തോന്നും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഏജ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ഇവിടെ അണ്ടർ ഐ ഡാർക്ക് സർക്കിൾസ് വരും. അതാണോ നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ഏതാണെന്നുള്ളത് നോക്കി നോക്കുക. ഇനി അടുത്ത ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോർമോൺ ചേഞ്ച് വെച്ചിട്ട് വരും. ഹോർമോൺ ചേഞ്ച് വെച്ച് വരികയാണെങ്കിൽ നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു ക്ഷീണം പോലെ തോന്നും. ഭയങ്കര ക്ഷീണം പോലെ തോന്നിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ഒരു കുഴിഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ഒരു ബ്രൗൺ കളർ പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഹോർമോൺ ചേഞ്ച് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു കളറിലേക്ക് മാറി വരുന്നത്. അപ്പൊ നമ്മളിപ്പം 4 കാര്യങ്ങൾ പറഞ്ഞു. ഈ 4 നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഏതാണ് നിങ്ങളുടെ റീസൺ എന്നുള്ളത്. അതുപോലെ അടുത്ത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഈ ഒരു ഇന്നർ കോർണറിലേക്ക് മാത്രമായിട്ട് ഒരു റെഡ് കളർ അല്ലെങ്കിൽ ഒരു പേർപ്പിൾ കളർ, ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ ഇങ്ങനെയൊക്കെ വരികയാണ്. അതായത് ഈ ഇന്നർ കോർണറിൽ ഈ ഒരു എഡ്ജിലേക്ക് മാത്രമായിട്ട് വന്നിട്ട് ഈ പറഞ്ഞ നമ്മൾ കളറൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ് കാരണം വരുന്ന നിങ്ങൾക്ക് ഉറക്കക്കുറവ്, അതുപോലെ നമ്മൾ ലാപ്പ് നോക്കുക, ഭയങ്കര ലൈറ്റിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. എനിക്ക് ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഉള്ള പോലെ ഉണ്ട്. നമുക്ക് ഇതേപോലെ സ്ട്രെസ് കാരണമാണ്, ഉറക്കക്കുറവല്ല, എനിക്ക് സ്ട്രെസ് കാരണം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ലൈറ്റ് വെച്ചിട്ട് ഇതാക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിനെ കൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന അങ്ങനെ വരും. അപ്പൊ അതാണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫേസ് ഷേപ്പിനനുസരിച്ചിട്ട് ഇതിൽ ചെറിയൊരു ചേഞ്ച് വരും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ കണ്ണ് ഭയങ്കര കുഴിഞ്ഞൊരു കണ്ണാണ്, കുറച്ച് ഇറങ്ങി നിൽക്കുന്ന കണ്ണാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഷെയ്ഡ് അടിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇവിടെ ഉള്ള പോലെ ഫീൽ ചെയ്യും, ആ ഒരു കളർ ഫീൽ ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കവിള് ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ വീർത്ത് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു കുഴി പോലെയാണ് ഫീൽ ചെയ്യുക. അപ്പം ആ ഒരു നിഴല് വന്നിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ആ ഒരു ഷേഡോ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണും. അപ്പം അത് നിങ്ങളുടെ ഫേസ് ഒന്നും കൂടി ഒന്ന് ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ട് ചേഞ്ച് ആവും. നമ്മുടെ ഫേസ് ഷേപ്പിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മളെല്ലാവരും ഓരോ വ്യക്തികളാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഫേസ് ഷേപ്പ് ആയിരിക്കും, എല്ലാവരും ഒരേപോലെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ജനറ്റിക് അങ്ങനെ ഇരിക്കില്ല. അപ്പൊ പല മാറ്റങ്ങൾ
വ്യത്യാസങ്ങളും പല രീതിയിലുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആണോ നിങ്ങളത് നോക്കുക. ചിലപ്പോൾ നമുക്ക് രണ്ടും ഉണ്ടാവും, സ്ട്രെസ്സും ഉണ്ടാവും, അതേപോലെ നിങ്ങളെ കണ്ണ് ഭയങ്കര കുഴിഞ്ഞു നിൽക്കുന്ന കണ്ണാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ഭാഗത്തേക്കും ഇവിടെയും കൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഈ ഫസ്റ്റ് കാറ്റഗറിയിൽ അങ്ങ് പെടുത്തിയിട്ട് ഓക്കെ ഇത് നമ്മളെ ജെനറ്റിക് ആയിട്ട് വരുന്ന സാധനം ഇരിക്കുന്നില്ല. പക്ഷെ ചിലപ്പോൾ നമുക്ക് ജെനറ്റിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളെ കവിള് കുറച്ച് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു കുഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും. ഇവിടെ നമ്മളെ സ്ട്രെസ്സിനെ കൊണ്ട്, ചെറിയൊരു സ്ട്രെസ്സിനെ കൊണ്ട് വരുന്ന ഇതും കൂടിയാണെങ്കിൽ നമുക്കത് കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ നിങ്ങൾ എന്താ വെച്ചാൽ ഫേസ് നിങ്ങൾ മാറും, അതായത് ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പോവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് ഫേസിൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പിലാണ് ഡാർക്ക് സർക്കിൾസ് വരിക എന്നുള്ളത് പറഞ്ഞു. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. കമന്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങൾ ഏത് ടൈപ്പിൽ വരുന്നതെന്നുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന് പറ്റിയ റെമഡീസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഓരോന്നിനും ചെയ്യേണ്ട റെമഡീസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ജെനറ്റിക് ആയിട്ട് വരുമ്പോൾ നമുക്ക് അത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ അത് മാറ്റിയെടുക്കുക, അച്ഛനും അമ്മയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് മാറ്റിയെടുക്കാൻ. പക്ഷെ നമുക്ക് അതിന്റെ ഒരു ഡെപ്ത് കുറച്ചുകൊണ്ടുവരാം, ആ ഒരു കളർ നമുക്ക് കുറച്ചുകൊണ്ട് വരും. നമുക്ക് ഫേസിൽ കുറച്ച് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൽ ചെറിയ ഡെപ്ത് നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയും. ചെറിയ കാര്യങ്ങൾ മാറ്റിയാൽ നമ്മൾ അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളെ കണ്ണിൽ വരുന്ന ഡാർക്ക് സർക്കിൾസ് ഏത് ടൈപ്പ് ആണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.